ഹബീബിങ്ങളെ അസ്സലാമു അലൈക്കും. അബൂബക്കറാണ്. അങ്ങനെ നമ്മളെ നാട്ടിൽ വരൽ വരും കേട്ടോ. സാഹിത്യോത്സവത്തിന് കിട്ടിയ കുറച്ച് ട്രോഫിയും കുറച്ച് സർട്ടിഫിക്കറ്റ് കുറേ കാലമായിട്ട് നമ്മളെ അലമാരിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മൾ നോക്കിയാണ്ട്. അപ്പോൾ ഓലക്ക് കുറി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. എന്തായാലും പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ ലഗേജും കാര്യങ്ങളൊന്നും അധികമില്ല. പെട്ടി കെട്ടണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു മുട്ടായി കൂടി ഇല്ലാതെ പ്രവാസി എങ്ങനെ നാട്ടിൽ പോവുക. അപ്പോൾ എന്തായാലും കുറച്ച് മുട്ടായും പിന്നെ എൻ്റെ ഡ്രസ്സും പിന്നെ എൻ്റെ ഒരു ലോഡ് ട്രോഫിയും സർട്ടിഫിക്കറ്റും അങ്ങനെ ഒരു പെട്ടി ഏതായാലും സെറ്റാക്കിക്കണേ. ചെക്കന്മാർ ഇല്ലതോണം പോലെ എല്ലാം പെട്ടിക്ക് കയറ്റിയാണ്ട് ഒക്കെ സെറ്റാക്കി തന്നു. ഈ മാസം ലാസ്റ്റ് പോകണമെന്നുണ്ട് വിചാരിച്ചതിന്. അപ്പോൾ 1-2 എമർജൻസി വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പം പെട്ടെന്നൊന്ന് പോകാമെന്ന് തീരുമാനം എടുത്തതാണ്. ഓക്കെ, ചെക്ക നമ്മളെ കുട്ടീൻ്റെ പേര് എഴുതി, 2 കുട്ടികളുടെ പേരൊക്കെ എഴുതി പെട്ടിയും ഏതായാലും ഒട്ടിച്ചാണ്ട് ഒക്കെ ചെക്കന്മാർ പുളിയാക്കി തന്നിക്കണ്. എന്തായാലും അൽഹംദുലില്ലാ രാവിലെ സാബിത്ത് ഉസ്താദ് നമുക്ക് ദ്വാരനൊക്കെ തന്നു. അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഗഫൂർ നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടി പോയി വാങ്ങിക്കൊടുന്നു. അങ്ങനെ ഖത്തർ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യം വെച്ച് ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും എയർപോർട്ടിൽ ഏകദേശം എത്തിയിട്ടോ. അങ്ങനെ എന്താ ചെക്കനൊരു പൂതി കുറച്ച് ഫോട്ടോ എടുക്കണം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഏകദേശം ഉള്ളിലെത്തിയപ്പോൾ എന്തായി, എൻ്റെ ഖത്തർ ID വെച്ച് എനിക്ക് ഈ ഗേറ്റിലൂടെ പെട്ടെന്ന് കയറി. പക്ഷേ എൻ്റെ പാസ്പോർട്ട് പുതുക്കിയപ്പോൾ എന്തായി, ഈ ഗേറ്റ് വഴി കയറാൻ പറ്റില്ല. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് കുറച്ച് ഡിലേ ആയി. ചുരുക്കം പറഞ്ഞാൽ പ്ലാനിങ് ഒക്കെ മൊത്തം മാറി. എയർപോർട്ടിൻ്റെ ഉള്ളിൽ അടിപൊളി ഗ്രീൻ വാലി ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി നടന്നില്ല. ഏതായാലും ഡ്യൂട്ടി ഫ്രീയിലില്ല കാറും താറൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടോളി. എമിഗ്രേഷനൊക്കെ കഴിയാനേ നേരം വൈകിയോണ്ട് എന്തായി, നമുക്ക് കയറാൻ വല്ലാതെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അനൗൺസ് വന്നു. അങ്ങനെ ഫ്ലൈറ്റിലോട്ട് നമ്മൾ കയറാം കേട്ടോ. എന്തായാലും വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എന്തായാലും പറക്കണതും താകണതൊക്കെ കാണാം. വിമാനം പൊന്ത് കേട്ടോ, പൊന്തനൊക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, ഏതായാലും ആകാശയാത്രയിലാണ്. ഇതിലേക്ക് കൂട്ടിക്കൊണ്ടാകാൻ നമ്മളെ കൂട്ടുകാരന്മാർ വരുമെന്ന് പറഞ്ഞിരിക്കണേ. എന്തായാലും എയർപോർട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിരിക്കണം, യൂട്യൂബ് ചാനലിലിടും. പിന്നെ എൻ്റെ ഫോണിലെ ചാർജ് പറ്റ കഴിഞ്ഞിരിക്കണേ. അതുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.